പക്ഷേ മോനെ ഒരു കാര്യമുണ്ട്, ഇതൊരു പൂജാരിയുടെ കയ്യിൽ ഒന്നും നിൽക്കില്ല. ചിലപ്പോ പൂജയും ഹോമവും മാത്രമല്ല, ബലി കൂടി നടത്തേണ്ടി വരും. ഈ ബലി നടത്തുന്ന കാര്യം പറഞ്ഞപ്പോ മുത്തശ്ശി, കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടില്ലായിരുന്നോ? ഏതോ ഒരു സ്ത്രീക്ക് വാതിളകിയിട്ട് ബലി കൊടുക്കാൻ വന്ന പൂജാരി ആ സ്ത്രീയുടെ തല തന്നെ വെട്ടിക്കളഞ്ഞു. അല്ല, തമിഴ്നാട്ടിലെവിടെയോ. ഓ, അതൊക്കെ വെറുതെ പറയാ. അങ്ങനെയൊന്നും സംഭവിക്കില്ല, അതൊന്നും ഉണ്ടായിട്ടുമില്ല. ആര് പറഞ്ഞു ഉണ്ടായിട്ടില്ലെന്ന്? വേണമെങ്കിൽ തലയറ്റി കിടക്കുന്ന ഞാൻ കാണിച്ചു തരാം. ഓ, ആ തലയറ്റി കിടക്കുന്ന കാഴ്ച ഒന്ന് കാണണം. അല്ല, ഇവിടെയും പൂജാരി വന്നിട്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കും മുത്തശ്ശി? അല്ല, ഇവരുടെ ആരുടെയും തല ചെലപ്പോ ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ? അതെ, ഞാനൊന്ന് കണിമംഗലത്തേക്ക് പോവാ. എനിക്കിപ്പോ യാതൊരു കുഴപ്പമില്ല. തിരുമേനിയൊക്കെ അറിഞ്ഞിട്ടാണോ പോകുന്നത്? അതിപ്പോ അവനോട് പറഞ്ഞിട്ടില്ല. നീ ആയിട്ട് അത് വിളിച്ചു പറയാനും നിക്കണ്ട. അപ്പോ കാണാതായ തിരുമേനി വല്ലാണ്ട് വിഷമിക്കില്ലേ? സുമാരിയമ്മ അകത്തേക്ക് പോയി. ശരി, ഞാൻ പോകുന്നില്ല. എനിക്ക് വേണ്ടി നീ കണിമംഗലത്ത് വരെ ഒന്ന് പോവോ? എന്തിനാ? ദേ, അവിടെ ചെന്നിട്ടേ ഒന്നുകിൽ ചന്ദ്രശേഖരന്റെ ഭാര്യ, അല്ലെങ്കിൽ അയാളുടെ മകനുണ്ട്, ഗൗതമൻ അവന്റെ പേര്. നീ അവനോട് പറയണം പ്രിയങ്ക മരിച്ചിട്ടില്ല, ജീവിച്ചിരിപ്പുണ്ടെന്ന്. അവര് തെരഞ്ഞാൽ എന്തായാലും പ്രിയങ്ക മോളെ കണ്ടുപിടിക്കാൻ പറ്റും. ദേ, ഇതൊന്ന് പോയി പറഞ്ഞാ നിനക്ക് 100 പുണ്യം കിട്ടും. അതിനെന്തു സുമാരിയമ്മേ, ഞാൻ ഇപ്പൊ തന്നെ പോയി പറഞ്ഞേക്കാം. പോവല്ലോ അല്ലേ? പോകാം. സുമാരിയമ്മ അകത്തേക്ക് തന്നെ. ദേ, ഞാൻ നിന്നെ വിശ്വസിച്ചിട്ടാ പോകുന്നത്. അതിനെന്താ, ധൈര്യമായിട്ട് ചെന്നോ. തിരുമേനി, തിരുമേനി, തിരുമേനി. തിരുമേനി, ഒന്ന് വേഗം വാ തിരുമേനി. തിരുമേനി, നിന്നോട് തുറക്കാനാ പറഞ്ഞേ. തിരുമേനി, തിരുമേനി, വാതിൽ തുറക്കാൻ. എന്താ തിരുമേനി? അമ്മ പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് കണ്ടു. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ അത് കണ്ടോണ്ടാ വന്നത്. എന്നിട്ട് അമ്മ എവിടെ? മുത്തശ്ശൻ മുറിയിലേക്ക് കയറിയപ്പോ ഞാൻ കയറി വാതിലടച്ചു.
ഡാ, എടാ, തുറക്കാൻ വാതില് തുറക്കടാ. അമ്മേ എന്താ ഇത്? എന്റെ പൊന്ന് തിരുമേനി, കണിമംഗലത്ത് പോകാനാണെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് പോലും. ഡാ. അയ്യോ, അമ്മേ ഡാ, വിടടാ എന്നെ. ഡാ, നീ എന്നെ പറഞ്ഞു പറ്റിക്കായിരുന്നോ? ഡാ, നിന്നെ ഒരു ദിവസം എന്റെ കൈ കിട്ടും. ഒന്ന് നിന്നെ കൊല്ലും ഞാൻ. പോടാ, ഇറങ്ങി അമ്മേ പോകാൻ. ഒന്ന് അടങ്ങിയിരിക്കുന്നുണ്ടോ? എവിടെയെങ്കിലും ഒന്ന് അടങ്ങിയിരിക്കാൻ പറഞ്ഞ എന്താ അമ്മയ്ക്ക്? വിടടാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ തിരുമേനി. ഓ ആ, ചെല്ല്. നിന്നെ കാണിച്ചു തരാടാ. എന്തിനമ്മ ഞങ്ങൾ എങ്ങനെ തീ തീറ്റിക്കുന്നേ? ഇല്ലാത്ത കാര്യം മനസ്സിൽ കൊണ്ട് നടന്നിട്ട് അതിനു വേണ്ടി അലയാനാണോ? എടി, ഇല്ലാത്ത കാര്യമല്ലേ? അതിന്റെ വാസ്തവം എന്താണെന്ന് നിനക്ക് നിന്റെ ഭർത്താവിനും ഒരു ദിവസം ഞാൻ മനസ്സിലാക്കി തരും. ആ, യശോദേ, ഇനി ഒരു കാരണവശാലും അമ്മയെ തനിച്ചാക്കി പുറത്തിറങ്ങരുത്. അത് അപകട. എന്ത് ചെയ്യാൻ പറ്റും ദേവേട്ട? ദിവസം മുഴുവൻ ഒരാളെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? അടുക്കളയിലോ പുറത്തോ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യണ്ടേ? എന്റെ ഈശ്വര, ഇങ്ങനെയുണ്ട് ഒരു വിധി.